നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ കുഞ്ഞ് തലമുറകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സ്കിറ്റ്. എടി റോസമ്മേ, നിന്റെ മോൾ ഇന്നല്ലേ പോകുന്നത്? അതെ ശാരദേച്ചി, ഇന്നാ പോകുന്നത്. കൊച്ചെന്തിയെ പോകാനുള്ളതൊക്കെ റെഡിയാക്കിയോ? എഴുന്നേറ്റില്ല, കുറച്ച് കിടക്കട്ടെ. കുറെ യാത്ര ചെയ്യാനുള്ളതല്ലേ. ഞാൻ പിന്നെ വരാം, അവൾ എഴുന്നേൽക്കട്ടെ. ആ ചേച്ചി. അമ്മേ, അമ്മോ. എഴുന്നേറ്റോ? ആ, അമ്മ കാപ്പി കൊണ്ടുതരാം. അമ്മേ, ലക്ഷ്മി വന്നോ? അവൾ രാവിലെ വരാന്ന് പറഞ്ഞിരുന്നു. ആ, ഇങ്ങ് എത്തിയില്ല. എടി, നീ ഇപ്പഴാ വരുന്നത്? നീ കാലത്ത് വരാന്നല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ എണീക്കാൻ താമസിച്ചു പോയി. നമ്മളെ പോന്ന ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത്ര നാള് വീടിനോട് ചേർന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് വീട് വിട്ടു പോകുന്നുള്ളൊരു ടെൻഷൻ. അതെ, ഞാൻ അമ്മയോട് ഇത് തന്നെയാ പറഞ്ഞത്. മോളെ, നീ വന്നോ? അമ്മ കാപ്പി എടുക്കാം. രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരാശ്വാസം. ഇതാ കാപ്പി കുടിക്കേ. പോകാനുള്ളതെല്ലാം റെഡി ആക്കിയോ? ആ അമ്മേ, ഞാൻ ഇന്നലെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അമ്മയ്ക്ക് രണ്ടുപേരോടും കൂടി ഒന്നേ പറയാനുള്ളൂ. എവിടെ പോയാലും ദൈവിഷ്ടപ്രകാരമേ ജീവിക്കാവൂ. എടി, നീ ഇന്നലെ വകയും ജുവലിനെ വിളിച്ചായിരുന്നു? ഇല്ല, വിളിക്കണം. ഞാൻ വിളിച്ചു, അവര് വരാന്ന് പറഞ്ഞു. ഞാൻ പോവാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പറയാതെ പോരുന്നത്. എന്റെ പേര് റോബിൻ, ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു. നിന്റെ പേരെന്താ? നാട്ടിലെവിടെയാ? ഞാൻ റാണി, പുതിയ അഡ്മിഷനാ. ഞാൻ നാട്ടിൽ ചങ്ങനാശ്ശേരി. അവിടെ ഒന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ എറണാകുളത്ത് കളമശ്ശേരിയില്ല. നിന്റെ പേരെന്താ? ഞാൻ ലക്ഷ്മി, ഇവിടുത്തെ പുതിയ ബാച്ചിലുള്ളയാണ്. റാണിയുടെ വീടിന്റെ അടുത്താണ്. ആ, ഓക്കെ. ക്ലാസ് തുടങ്ങാൻ സമയമായി. ആ, ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ റോബിനും സിജോയും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് കൂടണം. എന്തിനാ? നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് സമ്മതിക്കുമോ? എന്തിനാ അവര് വരുന്നത്? എനിക്ക് വീട്ടിലോട്ട് വിളിച്ചിട്ട് പോയി കിടക്കണം. അവരൊക്കെ ഇങ്ങ് എത്തും. വീട്ടിലോട്ട് വിളിച്ചോ? നിങ്ങൾ പുതിയതല്ലേ. ഇപ്പൊ വിളിച്ചോ, പിന്നെ ഇതിനൊന്നും സമയം കിട്ടത്തില്ല. എന്തായാലും നമ്മൾ ഇന്ന് 12 മണിയായിട്ടേ കിടക്കത്തുള്ളൂ. അവര് വന്നുമായിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. നോനോ, ഞാനിപ്പോ പരിപാടിക്കുന്നില്ല. ഇതുപോലെയായിരുന്നു ഞാനും വന്നപ്പം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഇപ്പം എനിക്ക് പറ്റാത്ത അവസ്ഥയാണ്. ലക്ഷ്മി, നീ വിളിച്ചിട്ട് ആ ഫോൺ ഇന്ന് എനിക്ക് തരണേ. എനിക്കും വീട്ടിലേക്കൊന്ന് വിളിക്കണം. അന്നെ ഇവിടെ? നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? സെക്യൂരിറ്റി ഗാർഡ് കണ്ടില്ലേ? ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. അന്നെ എവിടെ? അവളെ വിളിക്കേ. ഞങ്ങള് സാധനമായിട്ടാ വന്നിരിക്കുന്നേ. നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലല്ലേ? ഒന്നും മിണ്ടാതിരിക്കുക. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമോ? നിന്നെ ഞങ്ങൾ കൊല്ലാൻ വന്നതൊന്നല്ല. അന്നെ ഇവിടെ? അവളെ കാണാൻ വന്നതാ. അവളും ലക്ഷ്മിയും ടെറസിൽ തുണി വിരിക്കാൻ പോയതാ. എന്തിനാ അവരിവിടെ വരണത്? അവരെ ഇറക്കി വിട്. ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. എടാ, ഇരിക്കടാ, ഞാൻ വരുന്നു. എടി, അന്നെ അവരെല്ലാം കംപ്ലൈന്റ് ചെയ്യുമോ? വാടകന്റെ നമ്മുടെ സ്വന്തം ആളാ, അതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രം ഒരു ആശ്വാസം. ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഇത്ര നാള് കഴിച്ചത് ഒട്ടും സുഖമില്ലാത്തത്. വേറെന്താ വെറൈറ്റി സാധനമായിട്ട് റോബിൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി, ഇതിനൊന്നും ഞാൻ ഇനിയില്ല. എടി, അമ്മ ഇന്ന് സ്വപ്നം കണ്ടെന്ന് എന്നെ ആരോ ഓടിക്കുന്നതായി. അമ്മ ഞെട്ടി എണീറ്റു, ഒരുപാട് കരഞ്ഞു. ഞാൻ ഇതുവരെ വളർന്ന് ഇങ്ങനൊന്നും അല്ല. ദേവഭയത്തിലാണ് എന്റെ അമ്മയപ്പ എന്നെ വളർത്തിയത്. അവളെ തുടങ്ങി. നിങ്ങള് ബന്ധക്കോസുകാരല്ലേ, പിന്നെ എന്തിനാ ഈ പണിക്കൊക്കെ ഇറങ്ങിയത്? ഇതൊക്കെ ഇപ്പോഴത്തെ ഒരവസ്ഥയാ, മാറ്റം വരും. ലക്ഷ്മി, അവര് വന്നു. കഥ തുറക്ക്. അതെന്താ
റാണിക്കൊരു മനമാറ്റം. ഇന്നൊരു അടിപൊളി സാധനം കിട്ടിയിരിക്കുന്നേ. അവൾക്ക് ദൈവവിളി ഉണ്ടായി. എന്തീ കേൾക്കുന്നത്? ഞങ്ങളെ കൂടെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ? മകളെ, നീ ആരാണെന്ന് നീ അറിയുന്നു. ഞാൻ വില കൊടുത്തു വാങ്ങിയ എന്റെ പൈതൽ. ഞാൻ നിന്നെ അറിയുന്ന ദൈവം. ഞാൻ നിന്നെ സ്നേഹിക്കും. എന്താ മോളെ, എന്താ ഇത്ര രാവിലെ? അമ്മേ, രാത്രി എന്നോട് ദൈവം സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ മോളെ? അമ്മേ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു. എല്ലാം അമ്മയുടെ വിശദമായി പറയാം. വിഷമിക്കണ്ടടാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം കരുതിക്കോളൂ. ഇതെന്തോ ഈ മരിച്ചു വിടുപോലെ? എന്തു പറ്റി? വൈ മുടക്ക മാറ്റാനുള്ള മരുന്നുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളിൽ ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ അപ്പനും അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ വിട്ടത്. അവരോട് ഈ ചെയ്യുന്നത് ശരിയല്ല. അവള് പറയുന്നത് ശരിയാണ്. എൻ്റെ അപ്പനും അമ്മയും വിദേശത്താണ്. അവർ ലോണെടുത്താണ് എന്നെ പഠിപ്പിക്കുന്നത്. നമുക്കിതൊന്നും വേണ്ട. പ്രൈസലോട് മോളെ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ അങ്കിളെ. മോളെ, അമ്മ വിളിച്ചിരുന്നു. എന്തു പറ്റി? എന്തെങ്കിലും വിഷമമുണ്ടോ? സുഖമായിരിക്കുന്നു അങ്കിളെ. പാസ്റ്റർ അങ്കിളെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം മോളെ. റാണി, നീ പറഞ്ഞ കാര്യം ശരിയാ. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പണത്തിന് പണവും മറ്റു സൗകര്യങ്ങളും കിട്ടിയപ്പം ദൈവത്തെ ഞങ്ങൾ മറന്നുപോയി. അത് ശരിയാ റാണി, നീയാണ് ഈ തെറ്റുകൾ ഞങ്ങൾക്ക് ബോധ്യമാക്കി തന്നത്. നമുക്ക് നാളെ ഇവിടെ ഒരു ചർച്ച ഉണ്ട്, അവിടേക്ക് പോവാം. നാളെ ഞങ്ങള് നിങ്ങളുടെ ഹോസ്റ്റലിന്റെ അവിടെ വരാം. ശരി, ഞങ്ങൾ നാളെ രാവിലെ റെഡിയായി നിൽക്കാം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. വിശുദ്ധ വേദപുസ്തകത്തിലെ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈ സ്കിറ്റിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, നാശത്തിലേക്ക് പോകുന്ന തലമുറകളെ പാപത്തെ വിട്ടൊഴിയുവീൻ.